Hello everyone, this is Sri Lakshmi from B International. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷനെ കുറിച്ചിട്ടാണ്. ഓൾറെഡി ബി ഇൻ്റർനാഷണലിൻ്റെ പേജിൽ നമ്മൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസെൻറ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, എക്സ്പീരിയൻസ് റിക്വയർമെൻറ്റിലെ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ, ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും ഇതിൽ പറയുന്നുണ്ടാവുക. ഒരു ഓസ്ട്രേലിയൻ ആസ്പയറൻറ്റ് നഴ്സാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെന്നാണെങ്കിൽ കമൻസിൽ കൊടുത്തേക്കുക. ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോഴേക്കും ആഫ്ര രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ആഫ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണേഴ്സ് റെഗുലേഷൻ ഏജൻസി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഈ ആഫ്രയിൽ നഴ്സിംഗ് മാത്രമല്ല വരുന്നത്, വേറെ പല കാറ്റഗറീസും ഉണ്ട്. ഡെൻറ്റിസ്റ്റ്, ഒപ്റ്റോമെട്രിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, നഴ്സസ്, അങ്ങനെ കുറേ കാറ്റഗറീസ് വരുന്നുണ്ട്. നഴ്സിംഗ് അതിലൊരു ചെറിയൊരു ഭാഗം മാത്രമാണ് വരുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് ഈ ആഫ്ര രജിസ്ട്രേഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ആഫ്ര എടുക്കണം എന്നുണ്ടെങ്കിൽ 2-3 പാത്വേസ് വരുന്നുണ്ട്. നമുക്കതിൽ ഏതും ചൂസ് ചെയ്യാൻ പറ്റും. ഓരോന്നും അതിന് നമുക്ക് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. നിങ്ങളിപ്പോൾ ഒരു ഫ്രഷറാണ്, നിങ്ങൾക്ക് അറൗണ്ട് 1 to 2 months വരെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളൂ, നിങ്ങൾ OET ഒന്നും ഇതുവരെ എഴുതിയിട്ടില്ല എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓസ്ട്രേലിയ പാത്വേ ചൂസ് ചെയ്യാം. അതായത് നമ്മൾ NMBA പോർട്ടലിൽ ഒരു ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് $410 ഫീസ് പേ ചെയ്ത് നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം NCLEX-R എക്സാം എഴുതാനുള്ള ഡേറ്റ് എടുത്തിട്ട് NCLEX നമ്മുടെ ക്ലോസസ്റ്റ് ഒരു പിയേഴ്സൺ വ്യൂ ടെസ്റ്റ് സെൻറ്ററിൽ പോയി എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓസ്ട്രേലിയയിൽ പോയി OSCE അറ്റൻഡ് ചെയ്തത് ക്ലിയർ ആയതിനു ശേഷം മാത്രം നിങ്ങളപ്പോൾ OET ഒക്കെ സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയായിരിക്കും നമുക്ക് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് ഫ്രഷേഴ്സിനൊക്കെ മാത്രമാണെങ്കിൽ നമ്മൾ ആ മെത്തേഡ് ചൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കൂടുതലും ആൾക്കാർ ഈ മെത്തേഡ് ഓപ്റ്റ് ചെയ്യാറില്ല. കാരണം NCLEX-R എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു എക്സാമാണ്. അറൗണ്ട് ഒരു 160 to 180 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ക്ലോസസ്റ്റ് ആയിട്ടുള്ള പിയേഴ്സൺ വ്യൂ സെൻറ്ററിലായിരിക്കും നമുക്കത് പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. നല്ലപോലെ കോച്ചിങ് എടുത്താൽ മാത്രമേ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റാറുള്ളൂ. പൊതുവേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇത് ക്ലിയർ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ എക്സാം ഫീസ് വളരെ കുറവാണ്. പക്ഷേ കോച്ചിങ് ഫീസ് നമ്മളുടെ നാട്ടിൽ അത്യാവശ്യം ഹൈ ഫീസ് തന്നെ സെൻറ്റേഴ്സൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അത്രയും എക്സ്പെൻസും എഫേർട്ടും എടുക്കേണ്ടി വരും. 2-3 അറ്റംപ്റ്റ്സ് എങ്കിലും എടുത്താലാണ് പൊതുവേ ക്ലിയർ ചെയ്യാൻ പറ്റുക. എന്നാൽ ഒരു കോച്ചിങ്ങും ഇല്ലാതെ ക്ലിയർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. സോ നിങ്ങളുടെ പാത്വേ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് തന്നെ സെലക്ട് ചെയ്യാൻ നല്ലപോലെ ചിന്തിച്ചിട്ട് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് പാത്വേ എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് പാത്വേ ആണ്. TTMR പാത്വേ എന്ന് പറയുന്നത്. TTMR പാത്വേ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഈ NCLEX-R എക്സാം എഴുതാൻ താല്പര്യമില്ല, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സിങ്ങിൽ പോകാൻ താല്പര്യമില്ല, കുറച്ചുകൂടി ഈസിയർ ആയിട്ടുള്ളൊരു പാത്വേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂസിലാൻഡ് പാത്വേ ചൂസ് ചെയ്യാം. ഇതിൽ മെയിൻലി 2 മെയിൻ വെരിഫിക്കേഷനാണ് ആദ്യം വരുന്നത്. ഒന്ന് CGFNS ട്രൂ മെറിറ്റ് എന്ന് പറയുന്ന ഒരു വെരിഫിക്കേഷനും ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ വെരിഫിക്കേഷനുമാണ് ആദ്യത്തെ 2 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ CGFNS വെരിഫിക്കേഷനിൽ നമ്മൾ പഠിച്ച കോളേജിലും നമ്മുടെ നഴ്സിംഗ് കൗൺസിലിലും ആയിരിക്കും വെരിഫിക്കേഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് OET വേണ്ടതാണ്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ OET ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് എൻഡിങ് സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് OET അല്ലെങ്കിൽ IELTS ലാംഗ്വേജ് ടെസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. റൈറ്റിംഗ് C+, ബാക്കി 3 മൊഡ്യൂളിലും B എന്നുള്ള സ്കോറാണ് നമുക്ക് ഈ സ്റ്റേജിൽ കൊടുക്കേണ്ടത്. വൺസ് നമ്മൾ ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് OETയും കൂടെ സബ്മിറ്റ് ചെയ്ത് കൊടുത്താലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ വെരിഫിക്കേഷനാണ്. അതും ഓൾമോസ്റ്റ് ഒരു 2 to 3 months വരെയൊക്കെ അതിൻ്റെ വെരിഫിക്കേഷൻ എടുക്കാം. ഈ 2 വെരിഫിക്കേഷനും കൂടി ഒരുമിച്ച് തന്നെ നമുക്ക് അറൗണ്ട് ഒരു 6 to 7 months വരെ എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് എക്സാം വരുന്നത്. IQ ആൻഡ് തിയറി എക്സാം എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ NCLEX-R പകരം ഇവിടെയുള്ള തിയറി പാർട്ട് എക്സാമാണ് ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സസ് എക്സാം എന്നാണ് ഇതിന് പറയുന്നത്. നമ്മൾ UK രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് CBT എക്സാം ഒക്കെ എഴുതാറുണ്ടല്ലോ, ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ മാത്രമാണ് നമുക്ക് ഈ IQ എക്സാമിനുള്ളത്. തിയറി എക്സാം തന്നെയാണ്. 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 2 മൊഡ്യൂളാണ് ഇതിനുള്ളത്. പാർട്ട് A മെഡിക്കേഷൻ ആൻഡ് സേഫ്റ്റി, പാർട്ട് B നഴ്സിംഗ് നോളജ്, അങ്ങനെ 2 മൊഡ്യൂളാണ് ഉണ്ടാവുക. അപ്പോൾ ഈ 2 മൊഡ്യൂളും നമ്മൾ തിയറി എക്സാം ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് നമ്മൾ ആൻസർ ചെയ്യുക. ആ എക്സാം നമ്മൾ ക്ലിയർഡ് ആവുകയാണെങ്കിൽ നമുക്ക് സെയിം ഡേയിൽ തന്നെ നമുക്ക് റിസൾട്ടൊക്കെ അറിയാൻ പറ്റും. സോ വൺസ് നമ്മൾ ആ എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡിൽ പോയിട്ട് OSCE എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറയുന്ന പ്രൊവിൻസിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാൻറ്റർബറി എന്ന് പറയുന്ന ക്യാമ്പസിലായിരിക്കും നമുക്ക് ഈ എക്സാം ഉണ്ടാവുക. 3 മണിക്കൂറിൻ്റെ പ്രാക്ടിക്കൽ എക്സാമാണ് OSCE ഉണ്ടാകുന്നത്. ആ എക്സാം 10 സ്റ്റേഷൻസ് ഉണ്ടാവും. ഈ 10 സ്റ്റേഷൻസും നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ന്യൂസിലാൻഡിൻ്റെ RN ലൈസൻസ് കിട്ടുന്നത്. ഇത്രയും നമ്മൾ ചെയ്തത് പ്യുവർലി ന്യൂസിലാൻഡിൻ്റെ രജിസ്ട്രേഷൻ കിട്ടാനുള്ള പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ ഈ ആഫ്ര ചെയ്യാൻ വേണ്ടി എന്തിനാണ് നമ്മൾ ന്യൂസിലാൻഡ് പ്രോസസ്സിംഗ് ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ TTMR എന്ന് പറയുന്ന ഒരു ആക്ട് കാരണമാണ് നമ്മൾ ഇത്രയും പ്രോസസ്സിംഗ് ചെയ്യുന്നത്. അതായത്
ന്യൂസിലാൻഡിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഏതൊരു മെഡിക്കൽ രജിസ്ട്രേഷനും ഓസ്ട്രേലിയയിലും നമുക്ക് അവർ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്. നമുക്ക് വേറെ ഫെർദർ പ്രോസസ്സിംഗ് ഒന്നും ഇല്ലാതെ തന്നെ. സോ വൺസ് നമുക്ക് ന്യൂസിലാൻഡിലെ RN ലൈസൻസ് കിട്ടിയ ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആഫ്ര രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യാൻ പറ്റും. എൻടെക്സ് പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിങ്ങിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ ഡോളർ എക്സ്ചേഞ്ച് വാല്യൂ നോക്കുമ്പോഴേക്കും കുറച്ചുകൂടി എക്സ്പെൻസ് നമുക്ക് ന്യൂസിലാൻഡ് പാത്തുകൾ തന്നെ ആയിരിക്കും കുറവ് ഉണ്ടാവുക. രണ്ടിലും പ്രോസസ്സിംഗ് ടൈം ഏകദേശം സെയിം തന്നെയായിരിക്കും. സോ അങ്ങനെയും നമുക്ക് ആഫ്ര രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. പിന്നെയുള്ള പാത്വേ എന്ന് പറയുന്നത് IQRN ആണ്. അതിന് സ്പെസിഫിക് കണ്ടീഷൻസ് ഉണ്ട്. 2017 ശേഷം പാസ് ഔട്ട് ആയ ഒരാളാണ് നിങ്ങളെങ്കിൽ UK, അയർലൻഡ്, US, സ്പെയിൻ, സിംഗപ്പൂർ, കാനഡ ഈ 6 കൺട്രീസിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്ത് ഒരു 1800 hours എങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ OET അല്ലെങ്കിൽ IELTS എല്ലാ മൊഡ്യൂളിലും B എന്നുള്ള സ്കോർ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആഫ്ര രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം. വേറെ ഒരു ഫെർദർ എക്സാമിനേഷൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു ബേസിക് പേപ്പർ വർക്ക്, ഒരു 3 സ്റ്റെപ്പ് പേപ്പർ വർക്ക് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആഫ്ര രജിസ്ട്രേഷൻ നമുക്ക് എടുക്കാനും പറ്റും. ഇങ്ങനെ 3 മെത്തേഡാണ് ആഫ്ര രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് നമുക്കുള്ളത്. സോ വൺസ് നമ്മൾ ആഫ്ര എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയയിലൊരു നഴ്സിംഗ് കരിയറിന് വേണ്ടിയിട്ടാണെങ്കിലും നഴ്സിംഗ് കരിയർ നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയ പെർമനൻറ്റ് റെസിഡൻസിയോ സിറ്റിസൺഷിപ്പോ പോലെയുള്ള സൊല്യൂഷൻസ് ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3 മെത്തേഡ് ത്രൂ ആഫ്ര രജിസ്ട്രേഷൻ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ബാക്കി പ്രോസസ്സിങ്ങിലേക്ക് പോകാനാണെങ്കിലും പറ്റും. സോ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ അറ്റൈൻ ചെയ്ത് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബി ഇൻ്റർനാഷണലിലെ കോൺടാക്ട് ചെയ്യാം. We have 12 years of experience in this field and 0% visa rejection rate. So, എന്തെങ്കിലും കൺസേൺസ് കാര്യങ്ങളുണ്ടെന്നാണെങ്കിൽ കമൻസിൽ കൊടുത്താൽ മതി. വി ക്യാൻ റിപ്ലൈ ടു ദാറ്റ്. ആൻഡ് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാമെങ്കിൽ നമ്മളുടെ കൗൺസിലേഴ്സിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.